നമസ്കാരം. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളും മറ്റു വിശേഷങ്ങളും നോക്കാം. ഇന്ന് 3 വാർത്തകൾക്കാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഒന്ന്, കനത്ത മഴയിലുണ്ടായ നിരവധി മരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. മറ്റൊന്ന്, ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ക്യാപ്റ്റനടക്കം 4 ജവാന്മാർ വീരമൃത്യു വരിച്ച ഒരു വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പിന്നീട് പാലക്കാട്ടെ ചിറ്റൂർ പുഴയിൽ കുടുങ്ങിപ്പോയ ജനങ്ങളെ രക്ഷിച്ച ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഈ 3 വാർത്തകൾക്കാണ് ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതല്ലാത്ത പ്രധാനപ്പെട്ട വാർത്തകളുമുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനി ഇന്ന് പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള വാർത്ത കനത്ത മഴയിൽ മരണപ്പെട്ടു പോയവരെ പറ്റിയുള്ള ഒരു വാർത്തയും ഒപ്പം തന്നെ പാലക്കാട്ടെ ചിറ്റൂരിൽ കുടുങ്ങിപ്പോയവരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയ വാർത്തയും ഒരേ പ്രാധാന്യത്തോടുകൂടി ഒറ്റക്കോളത്തിൽ കൊടുത്തിരിക്കുകയാണ് ദേശാഭിമാനി. ദുരിതപ്പെയ്ത്ത് മഴ 8 മരണം എന്ന തലക്കെട്ടാണ് കനത്ത മഴയിൽ മരിച്ചുപോയവരെ പറ്റിയിട്ടുള്ള വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. അതിനോടൊപ്പം തന്നെ ചിറ്റൂർ പുഴയിലും സീതാർകുണ്ടിലും കുടുങ്ങിയവരെ രക്ഷിച്ചു എന്ന തലക്കെട്ടോടുകൂടി ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയവരെ രക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിൽ കനത്ത മഴയിൽ മരണപ്പെട്ടവരുടെ വാർത്ത കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മിന്നൽ രക്ഷ എന്ന ചെറിയൊരു തലക്കെട്ടോടുകൂടി ഒരു ചിത്രം, അതിലെ ചിറ്റൂർ പുഴയിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിലൊരു അമ്മയെ രക്ഷിച്ചുകൊണ്ടുവരുന്ന ചിത്രത്തോടു കൂടിയാണ് മലയാള മനോരമ ഏറ്റവും പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തുള്ളത്. ഒപ്പം കാട്ടിൽ കാറിന് മുകളിൽ മരം വീണു, യാത്രക്കാരിക്ക് ദാരുണാന്ത്യം എന്ന മോളി എന്ന വീട്ടമ്മ മരണപ്പെട്ടു പോയ ഒരു വാർത്ത. കനത്ത മഴയിൽ മരം വീണ് കാറിനുള്ളിലിരുന്ന മോളി എന്ന വീട്ടമ്മ മരണപ്പെട്ടു പോയ വാർത്ത മനോരമയോടൊപ്പം കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയും കനത്ത മഴയിൽ മരണപ്പെട്ടു പോയവരുടെ വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിൽ മോളി എന്ന വീട്ടമ്മ മരണപ്പെട്ടു പോയ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. മറ്റു പത്രങ്ങളെല്ലാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ള കശ്മീരിലെ ദോഡ ജില്ലയിലെ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സേനാംഗങ്ങൾ മരണപ്പെട്ടു പോയ വാർത്ത ജന്മഭൂമി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. കശ്മീരിൽ മേജറടക്കം 4 സൈനികർക്ക് വീരമൃത്യു. കരസേനാ മേധാവിയുമായി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. പാകിസ്ഥാനെതിരെ വ്യാപക പ്രതിഷേധം എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിരിക്കുന്നത്. എന്നാൽ കേരള കൗമുദിയുടെ ആദ്യ പേജുകളിൽ എവിടെയും ജമ്മു കാശ്മീരിൽ മരണപ്പെട്ടു പോയ സൈനികരെ പറ്റിയുള്ള വാർത്തയില്ല. അതിന് പകരം മറ്റു ചില വാർത്തകളാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. എന്നാൽ പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചവരുടെ വാർത്ത കേരള കൗമുദിയിൽ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. കേരള കൗമുദി അവസാന പേജിൽ മാത്രമാണ് കശ്മീരിൽ സേനാംഗങ്ങൾ മരണപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. മാധ്യമം വ്യത്യസ്തമാർന്ന ഒരു ഫോട്ടോയോടുകൂടിയാണ് കനത്ത മഴയിലെ ദുരിതത്തെപ്പറ്റി വാർത്ത കൊടുത്തിരിക്കുന്നത്. കർക്കടകപ്പെയ്ത്ത് എന്ന തലക്കെട്ടോടുകൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഷോക്കേറ്റ് 3 മരണം. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 2 പേർ മരിച്ചു. വീടിന്റെ ഭിത്തിയിടിഞ്ഞ് വീണ് ഉറങ്ങിക്കിടന്ന അമ്മയ്ക്കും മകനും ദാരുണാന്ത്യം എന്ന മറ്റൊരു കോളത്തിൽ ഒരു സ്പെഷ്യൽ സ്റ്റോറിയോടുകൂടി പ്രധാന വാർത്തയായി കനത്ത മഴയെ തുടർന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. മോളി എന്ന വീട്ടമ്മയുടെ മരണവും പ്രത്യേകമായ ഒരു കോളത്തിൽ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത രണ്ടാമത്തെ പ്രാധാന്യമുള്ള വാർത്തയായി മാധ്യമം നൽകിയിട്ടുണ്ട്. ഒപ്പം എല്ലാവരുടെയും ചിത്രങ്ങളും വിവരങ്ങളും നൽകിയിരിക്കുന്നു. ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. മറ്റ് വാർത്തകൾക്കെല്ലാം പ്രാധാന്യം നല്ല രീതിയിൽ കുറച്ച് തന്നെയാണ് ദീപിക കൊടുത്തിട്ടുള്ളത്. കനത്ത മഴയിൽ ചുവര് ഇടിഞ്ഞു വീണ അമ്മയും മകനും മരണപ്പെട്ടു പോയ വാർത്ത ഒരു ചെറിയ പ്രാധാന്യത്തോടുകൂടി ദീപിക നൽകിയിട്ടുണ്ട്. ഒപ്പം ജോളി എന്ന വീട്ടമ്മ മരണപ്പെട്ടു പോയ വാർത്തയും നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട വാർത്തകളല്ലാതെ മറ്റ് ചില വാർത്തകൾക്ക് ചില പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആ വാർത്തകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. മലയാള മനോരമ വഴി തുറന്നു അരിക്കും ഗോതമ്പിനും എന്ന തലക്കെട്ടോടുകൂടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ 1.5 വർഷമായി സപ്ലൈക്കൊണ്ടായിരുന്ന വിലക്ക് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് മലയാള മനോരമ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിരിക്കുന്നത്. ഉൾപേജിൽ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പോയ ജോയിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് നൽകിയിരിക്കുന്നത്. ഗവർണർ ജോയിയുടെ അമ്മയെ കാണാനെത്തിയ വാർത്ത, ഒപ്പം തലസ്ഥാന നഗരിയിലെ വിവിധ ഇടങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. ദേശാഭിമാനിയിൽ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത 4ാം 100 ദിന കർമ്മ പരിപാടിക്ക് തുടക്കം. 13,013 കോടിയുടെ 1070 പദ്ധതി എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് LDF സർക്കാർ തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 4ാമത്തെ 100 ദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി എന്ന വാർത്തയാണ് ദേശാഭിമാനി പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത. ഒപ്പം അഭിമാനം പച്ചക്കുപ്പായക്കാർ എന്ന തലക്കെട്ടോടുകൂടി തലസ്ഥാന നഗരിയിലെ മാലിന്യം നീക്കുന്നതിൽ ഹരിതകർമ്മസേനയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട്.
മാതൃഭൂമിയും സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിക്ക് പ്രാധാന്യം നൽകി വാർത്ത നൽകിയിട്ടുണ്ട്. 13,000 കോടിയുടെ പദ്ധതി എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ജന്മഭൂമി പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വേറിട്ടൊരു വാർത്ത എന്നത് പലസ്തീനുകാർക്ക് ജയ് വിളിക്കാൻ പോയത് ഇടതിന് തിരിച്ചടിയായി എന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഒപ്പം തൃശൂർ വടക്കനാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ടുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കേരള കൗമുദി മറ്റ് പത്രങ്ങൾ നൽകിയ വാർത്തകൾക്കൊന്നും തന്നെയല്ല പ്രാധാന്യം നൽകിയിട്ടുള്ളത്. കേരള കൗമുദി പ്രാധാന്യം നൽകിയ വാർത്തകൾ വാഹന രൂപമാറ്റത്തിന് 5,000 രൂപ വെച്ച് പിഴ ഈടാക്കുമെന്ന വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയവരുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ വാർത്ത നൽകിയിട്ടുണ്ട്. ലിഫ്റ്റിൽ വനിതാ ഡോക്ടറും രോഗിയും ഉൾപ്പെടെ കുടുങ്ങി. ഒപ്പം 48 മണിക്കൂറോളം ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരുമായി ബന്ധപ്പെട്ട വാർത്തയും അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട്. ദീപിക പുറത്തുവിട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് സംസ്ഥാനത്തെ കാട്ടാനകളുടെ കണക്കുകൾ വനംവകുപ്പ് പുറത്തുവിട്ടു എന്നുള്ള വാർത്തയാണ്. ഇനി വ്യത്യസ്തമാർന്ന രസകരമാർന്ന ചില കാർട്ടൂണുകളും ചിത്രങ്ങളും നോക്കാം. കേരള കൗമുദിയിൽ തലവര എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്ന കാർട്ടൂണിൽ KC വേണുഗോപാലിന്റെ പ്രസ്താവനയാണ് ഹാസ്യാവിഷ്കാരം ചെയ്തിരിക്കുന്നത്. വരാനിരിക്കുന്നത് കോൺഗ്രസിന്റെ നാടുകൾ, പക്ഷെ തമ്മിലടി തീരുന്നില്ല എന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞതിന് രസകരമായ ഒരു കാർട്ടൂണിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. കയ്യിലിരിപ്പ് നന്നാകണം എന്നതാണ് തലക്കെട്ട്. മാതൃഭൂമിയുടെ കാർട്ടൂണായ കാകദൃഷ്ടിയിലേക്ക് വരുമ്പോൾ നടൻ ആസിഫ് അലിയെ അപമാനിച്ചില്ല, അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പണ്ഡിറ്റ് രമേശ് നാരായണന്റെ ക്ഷമാപണവുമായി ബന്ധപ്പെട്ടുള്ള കാർട്ടൂണാണ്. പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന ഒരു ക്യാപ്ഷൻ ആ കാർട്ടൂണ് നൽകിയിട്ടുണ്ട്. ഒപ്പം വടക്കനാഥൻ ക്ഷേത്രത്തിലെ ആനയൂട്ടുമായി ബന്ധപ്പെട്ട് മഴയെ തുടർന്ന് കുടചൂടി നിൽക്കുന്ന കാഴ്ചക്കാരെ സംബന്ധിച്ചൊരു വാർത്ത. കർക്കടക കുടമാറ്റം എന്ന തലക്കെട്ടോടുകൂടി മനോഹരമായൊരു ചിത്രം. ദീപികയുടെ മാവേലിനാട് എന്ന കാർട്ടൂണിൽ പറയുന്നത് ഇങ്ങനെയാണ്: മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റ് പണിമുടക്കി എന്ന തലക്കെട്ടോടുകൂടി ഒരു കാർട്ടൂൺ. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഞാനിപ്പോൾ ലിഫ്റ്റ് തരാം, പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിയാൽ ലിഫ്റ്റിലൊന്നും കയറരുത്. അങ്ങനെ രസകരമായ ഹാസ്യാവിഷ്കാര കാർട്ടൂണുകളാണ് പല പത്രങ്ങളിലും ഇന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും കാർട്ടൂണുകളും കൗതുകരമായ ചിത്രങ്ങളുമൊക്കെ ഇതാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകളുമായി കാണാം. നന്ദി.